ലോകം അവസാനിക്കുന്ന ആ നിമിഷം അതിന് പല ഭാവനകളുണ്ട്. നമുക്കതിൽ 3 നോക്കാം. പ്രപഞ്ചത്തിന്റെ ആ അവസാന ശ്വാസം പല സംസ്കാരങ്ങളിലും പല രീതിയിലാണ് കാണുന്നത്. അപ്പോ പ്രപഞ്ചം അവസാനിക്കുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുക? പല വിശ്വാസങ്ങളിലും ഇതിനുത്തരങ്ങളുണ്ട്. ആദ്യം നമുക്ക് ക്രിസ്തീയ കാഴ്ചപ്പാട് നോക്കാം. അവിടെ ലോകാവസാനം തുടങ്ങുന്നത് ഒരു വലിയ ശബ്ദത്തോടെയാണ്. കാഹള ശബ്ദം ഒരു ദൈവിക രൂപത്തിന്റെ വരവറിയിക്കുന്നു. സ്വർണസിംഹാസനത്തിൽ ഇടിമിന്നലോടെ. അപ്പോ മരിച്ചവരൊക്കെ എഴുന്നേൽക്കും. അവരുടെ എല്ലാം രഹസ്യങ്ങളുള്ള ഒരു പുസ്തകം തുറക്കും. ഇതാണ് അന്തിമവിധി. ആ നിശബ്ദതയിൽ ഓരോരുത്തരോടും ഒരു ചോദ്യം വരും. വളരെ ലളിതവും എന്നാൽ ശക്തമായൊരു ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഓരോരുത്തരുടെയും വിധി തീരുമാനിക്കുന്നത്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഓക്കെ, ഇനി നമുക്ക് ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ള അന്ത്യവിധി ദിവസം എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രവൃത്തികൾ നേരിട്ട് കണക്കെടുക്കുന്ന നിമിഷമാണിത്. ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങളുടെ രേഖ കിട്ടും. അത് ഏത് കയ്യിലാണ് കിട്ടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. ഈ കണക്കെടുപ്പിന് ശേഷം ഒരു വലിയ പരീക്ഷണമുണ്ട്. നരകത്തിന് മുകളിലൂടെയുള്ള സിറാത്ത് പാലം. ഈ പാലം കടക്കുന്നത് അവരവരുടെ ജീവിതം പോലെയിരിക്കും. നല്ലവർ മിന്നൽ വേഗത്തിൽ കടന്നുപോകും. ഇനി നമുക്ക് ഹൈന്ദവ കാഴ്ചപ്പാട് നോക്കാം. ഇവിടെ ലോകാവസാനം ഒരു ഒടുക്കമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കമാണ്. കലിയുഗത്തിന്റെ അവസാനം ലോകം മുഴുവൻ പാപം കൊണ്ട് നിറയുമ്പോഴാണ് ഈ കാഴ്ച തുടങ്ങുന്നത്. ആ ഇരുട്ടിൽ നിന്ന് ഒരു രക്ഷകൻ വരും. വെളുത്ത കുതിരപ്പുറത്ത് തിളങ്ങുന്ന വാളുമായി കൽക്കി എന്ന അവതാരം. കൽക്കി ദുഷ്ടന്മാരെ നശിപ്പിക്കും. പിന്നൊരു മഹാപ്രളയം വരും. അതിൽ നിന്ന് ഒരു പുതിയ യുഗം ജനിക്കും. ഇവിടെ നല്ല കർമ്മമുള്ളവർക്ക് മോക്ഷം കിട്ടും. ബാക്കിയുള്ളവർ പുതിയ യുഗത്തിൽ വീണ്ടും ജനിക്കും. അപ്പോൾ നമ്മൾ 3 വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കണ്ടു. ഇതിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 രീതിയിലാണെങ്കിലും ജീവിതത്തിലെ പ്രവൃത്തികളുടെ ഫലത്തെക്കുറിച്ചാണ് എല്ലാം പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതൊരു ഭയാനകമായ അവസാനമാണോ, അതോ ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയോ? ഈ വിവരണം കേട്ടതിന് നന്ദി.